അവതാർ 3 ഫയർ ആൻഡ് ആഷ് ഡിസ്നി D23 ഇവൻറ്റിലാണ് ഈ ഒരു സിനിമയുടെ അനൗൺസ്മെൻറ്റ് വരുന്നത്. അനൗൺസ്മെൻ്റ് അല്ല, ടൈറ്റിൽ റിവീലും ആ ഒരു കൺസെപ്റ്റ് ആർട്ടും വരുന്നത്. അനൗൺസ് നേരത്തെ ചെയ്തതാണല്ലോ, സിനിമ 5 പാർട്ടുള്ള സിനിമയായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെക്കൻഡ് സിനിമ കഴിഞ്ഞപ്പോൾ. എനിക്ക് തോന്നുന്നു ഒറിജിനലി ഇത് ജെയിംസ് ക്യാമറോൺ ഒരു 3 പാർട്ടിൽ, അതായത് അവതാർ 3യിൽ ഈ ഒരു എൻ്റയർ ഫ്രാഞ്ചൈസി അവസാനിപ്പിക്കാനായിട്ടായിരുന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ പുള്ളി പറയുന്നത് ഇതിന് 5 സിനിമ ആക്കുകയാണ്. ഇത് കുറച്ചും കൂടെ പണ്ടൊരു എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കുറച്ചും കൂടെ വലിയ വലിയ പ്ലാനുകളൊക്കെ കാണിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ആർട്ട് അല്ലെങ്കിൽ ടൈറ്റിൽ റിവീൽ ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ആണ് തന്നത്. കാരണം നമ്മൾ ഇതുവരെ ഫയർ ക്ലാനെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ആഷ് പീപ്പിളിനെ കണ്ടിട്ടില്ല. ഇതിൻ്റെ കൺസെപ്റ്റ് ആർട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. പ്രത്യേകിച്ച് ആ ഒരു ക്യാരക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് അതിലൊക്കെ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഫയർ ക്ലാൻ എന്താണ് എന്നുള്ളതാണ്. ഫയർ ക്ലാനെ പറ്റിയിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ കണ്ടിട്ടുള്ള ക്ലാനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒമറ്റിക്കായ ക്ലാൻ എന്ന് പറയുന്ന ഒറിജിനൽ ക്ലാൻ, അതായത് അവതാർ ഫസ്റ്റിലെ നമ്മളുടെ ജെയ്ക് സള്ളിയുടെ ക്ലാൻ ഉണ്ടല്ലോ, ആ ഒരു ക്ലാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേതിൽ മെറ്റ്കൈന ക്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു ക്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ 2 ക്ലാനെ കൂടി ഇതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒലാങ്കി ക്ലാനും ടൈറാങ്കി ക്ലാനും. ഈ 2 ക്ലാനെ കൂടി ഈ 2 സിനിമകളിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റിലെ ക്ലൈമാക്സ് സീനിൽ ഒരു ഫൈറ്റ് സീനിൽ ഇതിനകത്ത് ഒരു ക്ലാനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് ജസ്റ്റ് കാണിച്ചു വിട്ടിട്ടേ ഉള്ളൂ. ഇതൊന്നും അതിലൊരു 10-20 ക്ലാനുണ്ട് ആക്ച്വലി പണ്ടോരയിൽ. അത് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതിലെ പലതും ഈ വീഡിയോ ഗെയിമുകളിലും അല്ലെങ്കിൽ അനിമേറ്റഡ് ആയിട്ടുള്ള അതിനകത്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്തിട്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളത്. സിനിമയ്ക്ക് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒരു ഫയർ ക്ലാൻ വന്നത് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഫയർ ക്ലാനെ പറ്റിയിട്ട് എങ്ങും നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു ക്ലാനാണ് ഈ ഒരു ഫയർ ക്ലാൻ അല്ലെങ്കിൽ ആഷ് പീപ്പിൾ എന്ന് പറയുന്നത്. ഇവരുടെ ലീഡറായിട്ടുള്ള വരാങ് എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ സ്കെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഊന ചാപ്പിളാണ് ഈ ഒരു ക്യാരക്ടറിനെ ചെയ്യുന്നത്. എന്തായാലും ആ ഒരു നിങ്ങൾ ആ ഒരു ആർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹൊറർ ഫീൽ തരുന്ന, അല്ലെങ്കിൽ ഒരു സോംബി വൈബൊക്കെ തരുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മളുടെ ഫസ്റ്റ് 2 സിനിമകൾ കുറച്ചൊരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇനി വരാൻ പോകുന്ന 3 സിനിമകൾ നാവികളുടെ ഒരു ഡിഫറെൻ്റ് ആംഗിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് കാണിക്കുന്ന സിനിമകളായിരിക്കും. അപ്പം ആദ്യത്തെ 2 സിനിമകൾ ആ ഒരു എർത്ത് പീപ്പിളും നാവികളുമായിട്ടുള്ള ഫൈറ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ, ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് 2 നാവി ക്ലാൻസ് തമ്മിലുള്ള ഫൈറ്റൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആഷ് പീപ്പിളിൻ്റെ കയ്യിൽ ഗണ്ണിരിക്കുന്നൊരു പിക്ക് അതിനകത്തുണ്ട്. അപ്പം യൂഷ്വലി ഒറിജിനൽ നാവീസ് എക്സ്റ്റേണൽ വെപ്പൺസ് യൂസ് ചെയ്യാറില്ല, അവരുടെ ഒറിജിനൽ വെപ്പൺസാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ ഇത് ഹ്യൂമൻ കോണ്ടാക്റ്റ് ഉണ്ടായിരിക്കാം, ഇവർക്ക് ഹ്യൂമൻസിന് വേണ്ടിയിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണോ അതോ ഇവർക്ക് വേറെ ഏതുവഴിയെങ്കിലുമാണ് ഈ ഒരു ഗൺസ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടൊക്കെ ഉണ്ട്. അത് നമുക്ക് അറിയാനായിട്ട് ഇപ്പോൾ വഴിയൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ കണ്ട കൺസെപ്റ്റ് ആർട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പറയുന്നത്. അപ്പം ആ ഒരു ആർട്ട് കൺസെപ്റ്റ് ആർട്ട് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു പിക്കിലാണ്, ഞാൻ പിക്ക് വെക്കാം. ആ പിക്കിൽ ആ ഒരു വരാങ്ക് ഒരു ഫയറിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഡാൻസ് കളിക്കുന്നൊരു പിക്കുണ്ട്. അതൊരു റിച്വൽ എന്തോ ആണത്, അവരുടെ എന്തോ ഒരു റിച്വലാണ്. അപ്പം അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന നാവികളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരു ഫേസ് മാസ്ക് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതുവരെ കണ്ടതുപോലെയല്ല, അങ്ങനത്തെ ഒരു നാവികളെ അല്ല അവർ. ഭയങ്കര ഡിഫറെൻ്റ്, ഒരു ഭയങ്കര ഒരു ഹൊറർ ഫീൽ തരുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും സംഭവം ഗംഭീരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ ഒരു വില്ലേജ്, ഇവരുടെ ക്ലാൻ വില്ലേജ് എന്ന് പറയുന്നത് ആ ഒരു ബലൂൺ പോലെയുള്ള ആ ഒരു സാധനം പറന്ന് നടക്കുന്നതായിട്ടാണെന്നാണ് പലയിടത്തും ഞാൻ കണ്ടത്. അതായത് ഇവർക്ക് പണ്ടോരയുമായിട്ടോ ഈവയുമായിട്ടോ ഒന്നും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. യൂഷ്വലി നമ്മൾ കാണുന്ന നാവീസ് അങ്ങനെയാണ്. അവർ ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള 2 ക്ലാൻസ് തമ്മിൽ അവർക്ക് ഫൈറ്റ് ചെയ്യണമെന്നും അവർക്ക് ഒരു ഇതില്ല. അവരുടെ ടെറിട്ടറിയിൽ നിൽക്കുന്നു, അവർക്ക് ഈവയെ വർഷിപ്പ് ചെയ്യുന്നു, അവർക്ക് അവരുടേതായ ഗോഡ്സ് ഉണ്ട്, അതിനെ വർഷിപ്പ് ചെയ്തു പോകുന്നു. ഈവയാണ് അവരുടെ എല്ലാം, പണ്ടോരയാണല്ല, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണുള്ളത്. പക്ഷേ ഇവരെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഷ് പീപ്പിളിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കും. ഒരു ഡാർക്കർ സൈഡ് നമ്മൾ കാണാനായിട്ട് പോകുന്നതേ ഉള്ളൂ ഈ ഒരു സിനിമയിൽ. അപ്പം അതാണ് എല്ലാവരും പറയുന്നത്. ഇനി വരാൻ പോകുന്ന 3 സിനിമകൾ, അതായത് 3, 4, 5ലും ഈ ഒരു ഫയർ പീപ്പിൾ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് മെയിൻ ലീഡിങ് റോൾസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പഴയ ഒറിജിനൽ കാസ്റ്റൊക്കെ തന്നെ ഈ ഒരു സിനിമയിൽ തിരിച്ചു വരുന്നുണ്ട്. ഇനി എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് ജെയിംസ് ക്യാമറോണ്ട് മാത്രമേ അറിയുള്ളൂ. 2025 സിനിമ വരും എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് തോന്നുന്നില്ല, കാരണം വളരെ കുറച്ച് മാത്രമാണ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഷൂട്ട് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് VFX ഒരുപാട് വേണ്ട ഒരു സിനിമയാണ്. അപ്പം നല്ല ബഡ്ജറ്റുള്ള സിനിമ ഒരു 2027-28 ആവാത്ത സിനിമ വരുമെന്ന്
ഞാൻ പറയില്ല ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. 2025 വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഫാസ്റ്റ് പ്രോസസ്സിങ് ആയിരിക്കും. കാരണം ഒരു 2030 ആകുമ്പോഴത്തേക്ക് സിനിമ മൊത്തത്തിൽ നമുക്ക് തീർക്കാനായിട്ട് വരും. ഇനിയും 2 സിനിമകൾ, ഈ ഒരു സിനിമ കഴിഞ്ഞിട്ട് 2 സിനിമകൾ കൂടെ വരാനുണ്ടെന്നാണ് ജെയിംസ് ക്യാമറോൺ പറയുന്നത്. ഈ ഒരു സിനിമയുടെ, അതായത് 5ാമത്തെ സിനിമയൊക്കെ വരുന്ന സമയത്ത് എർത്തിന് തന്നെ അതായത് എർത്തിനെ ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് നാവീസ് വരുന്ന രീതിയിലൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് നമ്മൾ എല്ലാ കൺസെപ്റ്റ് ആർട്ടുകളെ പറ്റിയിട്ട്, ഫാൻ തിയറികളെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത്. ഏതായാലും ഈ ഒരു കണ്ട ആ ഒരു കൺസെപ്റ്റ് ആർട്ടൊക്കെ വെച്ചിട്ട് സിനിമ ഭയങ്കര സംഭവമായിരിക്കും. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ഡാർക്കർ സൈഡ്, ഒരു ഡാർക്കർ സിനിമയായിരിക്കും. കുറച്ചും കൂടെ ബ്ലഡ് ബാത്തൊക്കെ ഉള്ളൊരു സിനിമ ആവാനാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആ ഒരു ക്യാരക്ടർ സ്കെച്ചൊക്കെ ഗംഭീരം എന്ന് പറഞ്ഞാൽ ടോപ്പ് നോച്ച് സാധനങ്ങളാണ്. കാരണം ആ ഒരു ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഇക്കറിയെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഭയങ്കര ആ കൊമ്പൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീല്. മൊത്തത്തിൽ ഈ ഒരു സിനിമ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതും ഈ ജേക്ക് സള്ളിയുടെ ക്ലാനുമായിട്ടൊക്കെയുള്ള ആ ഒരു പ്രശ്നങ്ങൾ എന്താണെന്നൊക്കെ സിനിമ വരുമ്പോഴേ പറയാൻ പറ്റുള്ളൂ. നമ്മളിത് ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് ആർട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തായാലും സിനിമ വരട്ടെ. സിനിമ 2025 വരുവാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കൺസെപ്റ്റ് ആർട്ട് കണ്ടപ്പം എന്താണ്, ഈ ഒരു ഇവൻറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലാണ്. അതുവരെ ബൈ ഗൈസ്.